ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ 2ാമത്തെ പാഠമായ പൂവ് ചിരിച്ചു പാഠഭാഗവും ഒപ്പം കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ. പൂവ് ചിരിച്ചു. അവിടെ കണ്ടോ, ഒരു പൂവില് ആര് കുരുവി വന്നിരുന്ന് തേൻ കുടിക്കുന്നുണ്ടല്ലേ. ആ, ചെടി ചിരിക്കുന്നുണ്ട്. നോക്കൂ, മഴ മാറി. കുരുവി കുരുവി ഇതിലേ വാ. ചെടി കുരുവിയെ വിളിക്കുകയാണല്ലേ. കുരുവി കുരുവി വാ, കുരുവി എന്ന് വിളിക്കുകയാണ്. എന്തിനാണ്? തേൻ കുടിക്കാൻ. അടുത്ത പേജ് നോക്കൂ. പറന്നു വന്നു. ആരാ? കുരുവി. പാറി വന്നു. തേൻ കുടിച്ചു. കുരുവി തേൻ കുടിച്ചു എന്നവിടെ എഴുതണം. തേൻ എന്ന് എഴുതി കൊടുക്കാം. ചിരിച്ചു നിന്നു. പൂവ് ചിരിച്ചു നിന്നു. അപ്പൊ വീണ്ടും ചിരിച്ചു നിന്നു. താറാവ് ചിരിച്ചു നിന്നു എന്ന് എഴുതി കൊടുക്കാം. ചിത്രത്തിൽ താറാവ് ചിരിച്ചു നിൽക്കുന്നത് കാണാമല്ലേ. താറാവ് എന്തായിരിക്കും പറയുന്നത്? അതാ പൂവ്. അതിൽ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു. ഞാൻ ചെന്നാലോ എന്നായിരിക്കും പറയുന്നത് അല്ലേ. ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത 2 പേജുകളിലായി ചിത്രത്തിന് നിറം നൽകാനാണ് തന്നിരിക്കുന്നത്. നിറം കൊടുക്കാമോ? അപ്പൊ നിങ്ങൾ ഭംഗിയുള്ള നിറങ്ങൾ കൊടുത്ത് ചിത്രം മനോഹരമാക്കുക. നമുക്ക് പൂവ് ചിരിച്ചു എന്നുള്ള ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ, കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. പൂവ് ചിരിച്ചു. അവിടെ ചിത്രം കണ്ടോ? ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു പാമ്പുണ്ട്, ഒരു തുമ്പിയുണ്ട്, ചെടികൾ നിൽക്കുന്നുണ്ട്, പിന്നെയോ ഒരു വിത്ത് മുള പൊട്ടി വരുന്നുണ്ട് അല്ലെ. ചെടി മുള പൊട്ടി വരുന്നുണ്ട്. ആ വിത്ത് പൊട്ടി പുറത്തേക്ക് വന്ന ചെടിയെ നോക്കി നമ്മുടെ പാമ്പ് എന്തോ ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും ചോദിക്കുന്നത്? നീ ആരാ? അവിടെ എഴുതി കൊടുക്കണം. നീ ആരാ? അത് കേട്ട് തുമ്പിയും പറയുന്നുണ്ട്, അത് ആരാ? ആരാ അത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ആ വിത്ത് പൊട്ടി വന്ന ചെടി പറയുകയാണ്, ഞാൻ ചെടി. അപ്പൊ അവിടെ എന്തെഴുതും? ഞാൻ ചെടി എന്ന് എഴുതി കൊടുക്കണം. അക്ഷരം പറഞ്ഞ് എഴുതണം കേട്ടോ മക്കളെ. ചിഹ്നങ്ങളൊക്കെ പഠിച്ചല്ലോ. ചിഹ്നങ്ങളുടെ ക്ലാസ് ആവശ്യമെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നമുക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അടുത്ത പേജ് നോക്കിയേ. അതാ ഒരാൾ. അതാരാ? നോക്കിയേ, ആ ചെടി ചോദിക്കുന്നുണ്ട്, അത് ആരാ? ആരാ അത് എന്ന് എഴുതി കൊടുക്കണം. ചെടിയുടെ ഇലയിൽ ആരോ ഇരിക്കുന്നു. ആരാ അത്? അപ്പോ ഇരിക്കുന്ന ആള് പറയുന്നുണ്ട്, ഞാൻ പുഴു. ആരാണ് ഞാൻ? ഞാൻ പുഴു എന്നവിടെ എഴുതണം. പുഴു എന്തിനാണ് മക്കളെ ഇലയിൽ കയറിയത്? ഇല തിന്നാനല്ലേ. അപ്പോ ഉറുമ്പ് അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്. പുഴു ചെടി തിന്നു. എന്താണ് പറയുന്നത്? പുഴു ചെടി തിന്നു എന്നവിടെ എഴുതണം. ഇനി നോക്കൂ, താഴെയായിട്ട് പാവം എന്ന് തന്നിട്ടുണ്ടല്ലേ. ആരാണ് ഇവിടെ പാവം? ചെടിയാണല്ലേ. ചെടിയുടെ ഇലയല്ലേ തിന്നത്. അപ്പൊ ചെടിയാണ് പാവം. പാവം ചെടി. ചെടി എന്നവിടെ എഴുതണം. അടുത്ത പേജ് നോക്കാം. അവിടെ ഒരാൾ വരുന്നുണ്ടല്ലോ ചാടി ചാടി. ആരാ അത്? ആടാണല്ലേ. അപ്പൊ എന്തെഴുതാം? ഡാഷ് വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ആട് വന്നു. എങ്ങനെയാ വന്നത്? ചാടി വന്നു. ആട് വന്നു, ചാടി വന്നു. ആട് ചാടി വരുന്നത് കണ്ട് ചെടി എന്തോ ചോദിക്കുന്നുണ്ട്. എന്താണത്? നീ ആരാ? ആരാ നീ എന്ന് ചോദിക്കും. ആട് എന്തായിരിക്കും മക്കളെ മറുപടി പറയുന്നത്? ഞാൻ ആടെന്ന് പറയും അല്ലേ. അപ്പോൾ കുരുവി എന്തോ പറയുന്നുണ്ട്. എന്താണത്? ആട് ചെടി തിന്നു. പാവം ചെടി. ആട് ചെടി തിന്നു. പാവം ചെടി. അടുത്ത പേജ് നോക്കി. സൂര്യനെ കാണിച്ചിരിക്കുകയാണല്ലേ. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തു പറ്റും? ചൂട് കൂടി. ചെടി വാടി. ചൂട് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ചെടി വാടി. അപ്പോ വീണ്ടും തേനീച്ച പറയുന്നുണ്ട്, പാവം ചെടി. അവിടെ പാവം എന്ന് എഴുതി കൊടുക്കുക. ചെടി എന്ന് തന്നിട്ടുണ്ടല്ലേ. പാവം ചെടി. അടുത്ത പേജ് നോക്കൂ. അടുത്ത പേജിൽ എന്താണ് കാണുന്നത്? മഴയാണല്ലേ. മഴ പെയ്യുന്നത് കാണാം. അപ്പോ അതാ മഴയെന്ന് ചെടി പറയുന്നുണ്ട്. ഡാഷ് വന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ആരാ വന്നത്? മഴ വന്നു. മഴ വന്നു. ലലലാ ലലലാ മഴ വന്നു എന്ന് എഴുതാം. മഴ വന്നു, മഴ വന്നു, ലലലാ ലലലാ മഴ വന്നു. അടുത്ത പേജ് നോക്കൂ. മീനുകൾ വന്നു. ആമ വന്നു. ചിത്രത്തിൽ കാണാമല്ലേ. ആമ വന്നു. അപ്പോ ആമ എന്തോ പറയുന്നുണ്ട്. എന്തായിരിക്കും പറയുന്നത്? പാവം ചെടി. പാവം ചെടി എന്നാണ് പറയുന്നത് അല്ലേ.
ഇത്രയും പ്രവർത്തനങ്ങളാണ് കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത്. നമ്മളെല്ലാം നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠവും ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗ പഠനത്തോടൊപ്പം തന്നെ കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ ഈ 1-ാം ക്ലാസ്സിലെ മലയാളത്തിലെ എല്ലാ പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആദ്യത്തെ 3 പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ലായിരുന്നു. അത് ഈ വർഷം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് കാണാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഈ 2 പാഠഭാഗവുമായി ബന്ധപ്പെട്ട വായനാ കാർഡുകൾ പരിചയപ്പെടുത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.